പെയ്ഡ് എന്ന പോലെ ഇടതുപക്ഷത്തിന് വേണ്ടി കുറെ ചാനലുകളോട് പ്രവർത്തിച്ചിട്ടുണ്ട്. UDF-നെതിരായി കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. 100% രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവരുമെന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 6 or 7 ദിവസം കണ്ടിന്യൂസ് ആയി ന്യൂസ് കൊടുത്തിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് ഒരു ചുക്കും ഉണ്ടാക്കിയില്ല എന്നുള്ള അർത്ഥം. BJP-ക്ക് പാലക്കാട് കിട്ടിയിരുന്ന സീറ്റ് കുറഞ്ഞു, UDF-ന് പാലക്കാട് നഗരസഭയിൽ പോലും സീറ്റ് കൂടി. ഇപ്പൊ സതീശൻ അവകാശപ്പെടുന്ന പോലെ 90-നും 100-ഒക്കെ സീറ്റ് കിട്ടിയത് ഇവിടെയും സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി അടക്കം ഇപ്പോ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാണ്. ഇന്നലെ വരെ പിണറായിനെ ലോകം കണ്ടവൻ എല്ലാം മരിച്ചെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നു. ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കോൺഗ്രസ് ആണ് വരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം K. സുധാകരനൊക്കെ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് KC വേണുഗോപാൽ വരണമെന്നാണ്. VD സതീശനിലെ വരുന്നതിനോട് ഒരു അതൃപ്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ആരായിരിക്കും, അല്ലെങ്കിൽ LDF വിജയിക്കുകയാണെങ്കിൽ LDF-ൽ ആരായിരിക്കും അടുത്ത സീമ? എന്തായാലും പിണറായി വിജയനോട് ചെറിയ രീതിയിലുള്ള ഒരു വിരുദ്ധ വികാരം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അത് പക്ഷെ തിരിച്ചടിയാകുമോ അതോ മറ്റാരെങ്കിലും വരും? LDF ജയിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ല, തുടക്കത്തിൽ എന്തായാലും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഒരു സംശയവും വേണ്ട. ഇതിൽ ആദ്യത്തെ ടൈമിൽ അദ്ദേഹം മാറില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാറാം, അത് വേറെ ഒരു സമയം. UDF-ലേക്ക് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ ഈ വടംവലികളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസിലും അടിയും അതുകൊണ്ട് ഗ്രൂപ്പ് വഴക്ക് തർക്കങ്ങളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ പക്ഷെ എൻ്റെ ഒരു അനുഭവം, ഈ 3 നേതാക്കന്മാരും ഇതുവരെ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അണികൾ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ആണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. 3 നേതാക്കന്മാരും പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഇവിടെ കിടന്ന സുധാകരൻ അടി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ മറ്റേ PJ കുര്യൻ പറഞ്ഞിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പോലെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാണ്. വെള്ളാപ്പള്ളി അടക്കം ഇപ്പോ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാണ്. ഇന്നലെ വരെ പിണറായിനെ ലോകം കണ്ടവൻ എല്ലാം മരിച്ചെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത് സ്വാഭാവികം. അത് വെള്ളാപ്പള്ളിക്ക് അപ്പൊ എന്ന് വെച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആണെങ്കിൽ LDF തോൽക്കണോ? UDF ജയിക്കണ്ടേ? അല്ലെങ്കിൽ KC വേണുഗോപാൽ ഇല്ലല്ലോ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് 3 ദിവസം K. സുധാകരനായിരുന്നല്ലോ ഇവിടെ ഫോക്കസ്. അവസാനം എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. സുധാകരൻ ഇറങ്ങിയത് ഞാൻ പാർട്ടിക്ക് കീഴാന്ന് തന്നെ ആള് പോയി. അപ്പൊ ഈ ചർച്ച നടത്തിയിട്ട് ഇതൊക്കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടോ? സുധാകരൻ എന്താ 15 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോണു, സുധാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോണു, സുധാകരന്റെ ഇന്ന സ്ഥലത്തിന്റെ സ്ഥാനാർത്ഥികൾ വരെ മാധ്യമങ്ങൾ തീരുമാനിച്ചു. ഇന്ന മണ്ഡലത്തിൽ ഇന്നാൾ, ഇന്ന മണ്ഡലത്തിൽ ഇന്നാൾ, സുധാകരൻ എന്താ സ്വന്തം കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെ സുധാകരനെ കൊന്നു. അവസാനം ഒന്നും ഉണ്ടായില്ല, എല്ലാം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ ആ ചർച്ചയുടെ ഞാൻ ഒരു പരിധി വരെ ഈ UDF-നെതിരായി, പണ്ട് പിണറായി വിജയനാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ UDF-നെതിരായി കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. ചില താല്പര്യങ്ങളുണ്ട്, അതുകൊട്ടെ ഓരോ പരസ്യത്തിന്റെ ഒക്കെ താല്പര്യങ്ങളുണ്ട്, ചില ചാനലുകളുടെ താല്പര്യമുണ്ട്. ഞാൻ അവർക്ക് നിലപാടെടുക്കാം. UDF-നെതിരെ നിലപാടെടുക്കുന്നതിനോട് തെറ്റൂല. കേരളി ചാനൽ എന്ത് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ജനം TV-യുടെ എന്ത് പറഞ്ഞാൽ എനിക്ക് എന്താ വിരോധം, അല്ലെങ്കിൽ ജയ്ഹിന്ദ് ചാനൽ പറഞ്ഞാൽ എന്താ വിരോധം, അവർക്ക് പറയാൻ അവകാശമുണ്ട്. അവർ ഒരു പാർട്ടിക്കല്ലേ പറയാൻ പറ്റൂ. പക്ഷേ സ്വതന്ത്ര പരമാധികാര ചാനലുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ആ അർത്ഥത്തിൽ പാർട്ടി ചാനലുകളായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. സാർ, ഇപ്പൊ പാർട്ടി ചാനലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അതായത് നമ്മളുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പ്രമുഖ ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ കോടതി വഴി തന്നെ ഞാൻ ശിക്ഷിക്കപ്പെടും, പക്ഷേ എന്നെ ഇത്രയും കടന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിങ് പിന്നുണ്ട്, ഒരു ഗൂഢാലോചന ടീമുണ്ട്, ഒരു മീഡിയ പ്രവർത്തകരുൾപ്പെടെ എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അത് പറയാൻ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാല സപ്പോർട്ടറല്ല. 100% രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കോടതി തീരുമാനിക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ, അതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ പഞ്ചായത്ത് നഗരസഭ ഇലക്ഷന്റെ കാലം ആലോചിക്കും. ഇലക്ഷന്റെ ഒരു 2 ദിവസം മുമ്പ്, ഒരു ദിവസം മുമ്പ് വരെ 6 or 7 ദിവസം കേരളത്തിലെ ചാനലുകൾ ഇലക്ഷൻ ചർച്ച ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടൽ മാത്രമേ ചർച്ച ചെയ്തു. രാവിലെ തുറന്നാലും ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടൽ കുടിക്കും, ഇപ്പൊ പെടും, ഇന്ന് അയാൾ അറസ്റ്റ് ചെയ്യും, അയാളെ പിടിക്കും, അയാളെ തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഫുൾ ടൈം ന്യൂസ്. നിങ്ങളെ പഴയ ഇതെടുത്ത് നോക്കിയാൽ ഫുൾ ടൈം എല്ലാ ചാനലും, ഞാൻ പാർട്ടി വ്യത്യാസമൊന്നും
പക്ഷേ ജയഹിന്ദുണ്ടോന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി ചാനലുകളൊക്കെ മത്സരിച്ച് എന്ത് ഇമ്പാക്റ്റ് അത് പാലക്കാട് ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചു? അതെ. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. പാലക്കാട് പോലെ ആ 6 ദിവസത്തെ ന്യൂസ് കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. ആരും അത് മൈൻഡ് ചെയ്തില്ല. BJP പാലക്കാട് കിട്ടിയിരുന്ന സീറ്റ് കുറഞ്ഞു. അതെ. UDF പാലക്കാട് നഗരസഭയിൽ പോലും സീറ്റ് കൂടി. LDF 1-2 കൂടി. BJP മൊത്തം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അവിടെ BJP ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇന്നലെ അപ്പൊ എന്ന് പറഞ്ഞാൽ പാലക്കാട് പോലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും പാലക്കാട് MLA ആണ്. ഞാൻ പറഞ്ഞ ചാനലുകൾ ഇങ്ങനെ ഓവർ പ്ലേ ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ഉണ്ടാവുക. ഞാൻ കണക്കാക്കുന്നതിന് UDF-നെതിരായ കുറെ സംഗതികൾ, അതിപ്പോ സുധാകരന്റെ ആവാം, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമാവാം, ഈ ചർച്ച യഥാർത്ഥത്തിൽ വെളിയിൽ ആളുകൾ പറയാം കോൺഗ്രസ്സുകാർ അടി ഉണ്ടാക്കും, തമ്മിലടിക്കും, അതൊക്കെ ഉണ്ടാവും. അത് 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 വരട്ടുന്നേ. ഞാൻ പറഞ്ഞ UDF ജയിച്ചും തീരുമാനമായിട്ട് വേണ്ടി ചർച്ച ചെയ്താൽ പോരെ? എന്തിനാ ചാനൽ ചർച്ച ചെയ്യാൻ പറ്റും? ഇപ്പൊ ഏതെങ്കിലും പൊട്ട കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു എന്ന് നോക്കിയാൽ ആ പറഞ്ഞ എന്താ അർത്ഥമുള്ളത്? സുധാകരൻ പറഞ്ഞു. സുധാകരൻ എന്താ അർത്ഥമുള്ളത്? സുധാകരൻ ഇതിലും വലുത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ CPM ഈ ഒരു സംഭവം വലിയ രീതിയിൽ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വരുന്നത്. അപ്പം മറുവശത്ത് ഞാൻ സാറിന്റെ അടുക്ക പറയുന്നത്, ഒരിക്കലും ചാനലുകാര് വാർത്ത കൊടുക്കുന്നത് തെറ്റാണെന്നോ അങ്ങനെയല്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ അർഹനാണ്. അപ്പൊ ഇവിടെ ഞാൻ വരുന്നത് സാർ, നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു വിഷയമുണ്ടായിരുന്നു. പക്ഷെ അത് ആ ചാനലുകൾ യാതൊരു തരത്തിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്തരം വാർത്തകളിലേക്ക് കൂടുതൽ അറിയാനോ പോയിട്ടില്ല. അപ്പൊ അതും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എക്സാക്ട്ലി അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായ പോലെ തന്നെയാണ് ഗണേഷ് കുമാറിന് ഉണ്ടായത്. പിന്നെ വീട്ടിൽ ഒത്തുതീർന്നു എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. ഒത്തുതീരിന്റെ കാര്യമില്ല, ക്രിമിനൽ കേസാണ്. ഒരാൾ അയാളുടെ ഭാര്യ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കേസാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ വീണ്ടും ഞങ്ങൾ ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല ക്രിമിനൽ കേസ് തീരുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടും പെയ്ഡ് എന്ന പോലെ ഇടതുപക്ഷത്തിന് വേണ്ടി കുറെ ചാനലുകളോട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 6-7 ദിവസം കണ്ടിന്യൂസ് ആയി ന്യൂസ് കൊടുത്തിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് ഒരു ചുക്കും ഉണ്ടാക്കിയില്ല എന്നുള്ള അർത്ഥം. അതാണ് എന്റെ വാദം. എന്നിട്ടും ഇപ്പൊ ഇത്രയും ചാനലുകൾ രാവും പകലിടുന്ന് പണിയെടുത്തിട്ടും UDF ജയിക്കുകയാണെങ്കിൽ അവരൊന്ന് ആലോചിക്കണ്ടേ, ഞങ്ങൾ ചെയ്ത പണി മുഴുവൻ വെറുതെയാവും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. കോൺഗ്രസ് ജയിച്ചാൽ UDF ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. 1-2 ദിവസത്തിന് തീരുമാനമാവുകയും ചെയ്യും. ഇനി സാധ്യതകൾ ഇപ്പൊ 3 പേരാണ് നമ്മൾ സാധ്യതാ പട്ടികയിലുള്ളത്. ഒന്ന് VD സതീശൻ, നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലെയിം ഉണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുണ്ട്. അദ്ദേഹം ഹരിപ്പാട് ജയിക്കും, സതീശൻ പറവൂരിൽ നിന്ന് ജയിക്കും. പിന്നെ ഉള്ളത് സാധ്യത, പിന്നെ പറയുന്ന 3ാമത്തെ പേര് KC വേണുഗോപാലിന്റെയാണ്. KC വേണുഗോപാലിന് MLA കൂടുതലുണ്ടെന്നൊക്കെയാണ് വാദം. ഞാൻ കാണുന്നത് 3 സെനേറിയോ ഉണ്ട്. 3 പേർക്കും സാധ്യതയുള്ള 3 സെനേറിയോ ഞാൻ കാണുന്നത്. അത് എന്റെ മാത്രം വീക്ഷണമാണ്. ഇപ്പൊ സതീശൻ അവകാശപ്പെടുന്ന പോലെ 90-നും 100-ഒക്കെ സീറ്റ് കിട്ടി നിൽക്കുക. ഇവിടെയും സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വേറെ ആളെ മാറ്റാൻ പറ്റില്ല. കാരണം 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്ത് ഇത്രയും കാലം ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുവരെ പ്രഖ്യാപിച്ച് അദ്ദേഹം 100 സീറ്റ് മേടിച്ചെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പോയിട്ട് ഇനി വേറെ ആരെങ്കിലും അവിടുന്ന് വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. അത് 1-ാം സെനേറിയോ ആണ്. 2-ാമത്തെ സെനേറിയോ എന്ന് പറയുന്നത് കോൺഗ്രസിന് കഷ്ടി സീറ്റ് കിട്ടുന്നു. 80, പരമാവധി 85-ന് താഴെയാണ്. 70-80 സീറ്റെങ്കിൽ സതീശനൊരു സാധ്യത കുറവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകും. സതീശൻ കുറച്ചുകൂടി കട്ടൻഡറി ആയിട്ടുള്ള ഒരാളാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണ്. അതാണ് സതീശന്റെ അഡ്വാൻറ്റേജ്. BS-ന്റെ പോലെയാണ് ഒരു പരിധി വരെ. BS-ന്റെ കടുത്ത നിലപാടാണ് BS-നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തിയത്. ഒരു കാലത്ത് പിണറായി വിജയനും കടുത്ത നിലപാടുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് വേറെ. BS-ന്റെ പബ്ലിക്കായി പാർട്ടി പറഞ്ഞാലും അല്ലാന്നെങ്കിലും നേരിട്ട് പറയും. ഇപ്പൊ സതീശൻ എടുത്ത കുറെ നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള വിഷയത്തിൽ, BV അൻവറിന്റെ അടക്കം വിഷയത്തിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു വലിയ വിഭാഗം ആളുകളെ സതീശന്റെ ഭക്തരാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സതീശൻ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനോടും ഒക്കെ എടുത്തിട്ടുള്ള കടുത്ത നിലപാടുകൾ. കേരളത്തിൽ അങ്ങനെയുള്ള ജീവികൾ വേണ്ട എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. അവരുടെ എന്തോ കുറെ ശതമാനം വെച്ച് ബാർഗൈൻ ചെയ്യുക. അപ്പൊ ഈ നായന്മാർക്ക് ഈഴവർക്കും ഒന്നും അവർക്ക് ബുദ്ധിയില്ലേ? ഇയാൾ പറഞ്ഞ കേട്ട് വോട്ട് ചെയ്യണവരാണ് അവർ അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു ബാർഗൈനിങ്. അത് പള്ളിയായാലും, ഞാൻ ആരെ കുറിച്ചായാലും പറഞ്ഞു, പള്ളിയായാലും ആ അർത്ഥത്തിൽ അതിനെ വിശ്വസിക്കുന്ന ഒരു സെക്യുലർ വിഭാഗം, അവരാണ് സതീശന്റെ സ്ട്രെങ്ത്.
പക്ഷെ 80-85 ആയി കഴിഞ്ഞാൽ 85-ലൊക്കെ താഴെ വന്നാൽ ഘടകകക്ഷികളെ കൂടെ നിർത്തണം, ചെറിയ കക്ഷികളെ കൂടെ നിർത്തണം, കോൺഗ്രസിനകത്ത് തർക്കം പരിഹരിക്കണം. അപ്പോഴാണ് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ളൊരു ചാൻസ് വരിക. അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനുള്ള ചാൻസ്. കെ സി വേണുഗോപാൽ മത്സരിക്കേണ്ടി വരും. അദ്ദേഹം ആലപ്പുഴ രാജിവെച്ചാൽ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾ അത് ചെയ്യരുതെന്ന് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡിന്റെ ഉറച്ച തീരുമാനം ആരുടെ ആവട്ടെ, ആ തീരുമാനം വന്നപ്പോൾ അതിൽ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. നടന്നുണ്ട് നമ്മുടെ കാശെടുത്തിട്ടില്ലേ വേണ്ടി ഇലക്ഷൻ നടത്താൻ പറ്റും. ആര് ജയിക്കട്ടെന്നേ, ആലപ്പുഴയിൽ ആര് വേണ്ടി ജയിക്കട്ടെ. പക്ഷെ നമ്മുടെ പണം എടുത്ത് വീണ്ടും ഒരു ബൈ ഇലക്ഷൻ നടത്തി അവന് ഇയാൾ ആദ്യം മത്സരിച്ചാൽ മതിയായിരുന്നു. എം പിമാർ മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എം പിമാർ മുഖ്യമന്ത്രി ആവണ്ടെന്ന് തന്നെയാണ്. മത്സരിക്കാതെ മുഖ്യമന്ത്രി ആവാൻ ഇല്ല, മന്ത്രി ആവാൻ. അപ്പൊ എൻ്റെ ഒരു നിലപാട്, ഞാൻ കണക്കാക്കുന്നത് കെ സി അങ്ങനെ ഒരു അബദ്ധത്തിൽ ചാടില്ല. കെ സി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ട്രാപ്പിൽ കെ സി വീഴില്ല. കെ സിയുടെ ശിങ്കിടികളോ ആളുകളോ ഒക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ വളരെ നെഗറ്റീവ് ആയിരിക്കും ഗവൺമെന്റ് തുടക്കം തന്നെ.